ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണ്. 84.40 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയുടെ വരാൻ പോകുന്നത്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. ഇന്ന് അറൗണ്ട് 23,500 അറൗണ്ട് 23,500 ആണ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 23,493.20 ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പ്രീമിയം ഡി കെ ആണ് നമുക്ക് ഓപ്പണിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. കോൾ ഓപ്ഷനിലായാലും പുട്ട് ഓപ്ഷനിലായാലും. ഓക്കെ, ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്നലത്തെ ഡേ ഹൈ ലെവൽ അറൗണ്ട് ആ ഒരു ലെവലിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തതെങ്കിലും കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രീമിയം ഡി കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും ഗ്യാപ്പ് ഡൗൺ ആണ്. $23,400 പുട്ട് ഓപ്ഷൻ, അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ 23,300 കോൾ ഓപ്ഷൻ. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു പ്രീമിയം ഡി കെ വന്നിട്ടുണ്ട്. $23,400 പുട്ട് ഓപ്ഷനിലൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. $23,400 പുട്ട് ഓപ്ഷൻ അറൗണ്ട് 100ലാണ് ട്രേഡ് ചെയ്യുന്നത്. $450 പുട്ട് ഓപ്ഷൻ 128. ഓക്കെ, ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. സ്പോട്ട് ലെവലിലാണ് ഞാൻ പറയുന്നത്. പുട്ട് ഓപ്ഷൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരുവാണെങ്കിൽ നല്ലൊരു എൻട്രി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്.
യെസ്, ഒരു ബൈയിങ് പ്രഷർ, ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പുട്ട് ഓപ്ഷനിൽ അങ്ങനെയാണെങ്കിൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെ അപ്പ് മൂവാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ റിവേഴ്സൽ സൈൻസ് കോൾ ഓപ്ഷനിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, കൺഫർമേഷൻ ആയിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ മേ ബി ഇന്നലെ ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചു. ആ റിക്കവറി ഫോളോ ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. കോൾ ഓപ്ഷൻ ബൈയിങ് പ്രഷർ ഓൾറെഡി കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കൺഫർമേഷന് ശേഷം മാത്രമേ എൻട്രി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കോൾ ഓപ്ഷനിലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. കൺഫേം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. യെസ്, ഇനി നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 95,125 ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും രണ്ട് ഡയറക്ഷനും കൺഫേം ആവാത്ത സ്ഥിതിക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എൻട്രി എടുക്കാം. നമ്മൾ കോൾ ഓപ്ഷൻ ഒരു ബൈയിങ് പ്രഷർ നിഫ്റ്റിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമ്മൾ 23,400 കോൾ ഓപ്ഷനും 23,300 കോൾ ഓപ്ഷനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പുട്ട് ഓപ്ഷനിൽ ഒരു ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
വെയിറ്റ് ചെയ്യാം. കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ എൻട്രി പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലിലാണ് കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ഡേ ലോയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻട്രി കൺഫർമേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ കുറച്ച് റിസ്കി ആയതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തു. ഇതിലൊരു 40 പോയിൻറ്റ്സോളം വന്നു കഴിഞ്ഞു ഓൾറെഡി. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി. ആ ഒരു റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ എൻട്രി ആയിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക. ഇവിടെ നിന്നൊരു പുൾ ബാക്കിന് ശേഷം മൂവ് വരികയാണെങ്കിൽ കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാം. ആസ് ഓഫ് നോ നമുക്ക് എൻട്രീസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് സമയമുണ്ട്. ഇന്ന് എക്സ്പയറി ആണ്, വീക്ക്ലി എക്സ്പയറി. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. $23,350 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആഡ് ചെയ്തിട്ടുണ്ട് വാച്ച് ലിസ്റ്റിൽ. വെയിറ്റ് ചെയ്യാം. $23,450 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെയും നമുക്ക് സമയം ഉണ്ട്. വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുട്ട് ഓപ്ഷൻ ഡേലോ ഓൾറെഡി വന്നു കഴിഞ്ഞു. 23,450 പുട്ട് ഓപ്ഷനും അതുപോലെ തന്നെ 23,500 പുട്ട് ഓപ്ഷൻ. ഓക്കെ,
പുട്ട് ഓപ്ഷൻ ഡേ ലോ ആയതുകൊണ്ട് തന്നെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കേണ്ടി വരും. ഡേ ലോ സപ്പോർട്ട് എടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ ഡേ ഹൈ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആസ് ഓഫ് നൗ നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രീസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, ആ ഒരു മൊമെൻറ്റം കോൾ ഓപ്ഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു എൻട്രി എടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കോൾ ഓപ്ഷൻ 350, ഓക്കെ, 400 എടുക്കാം നമുക്ക്. യെസ്, നമ്മളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. 2 ലോട്ട്സ് 120, ആവറേജ് പ്രൈസ് 23,400 കോൾ ഓപ്ഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കത് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു ബ്രേക്ക് ഔട്ടാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കോൾ ഓപ്ഷനിൽ. ഡേ ഹൈ വന്നിട്ടുള്ളത് നോക്കാം. ഡേ ഹൈ 160 ആണ്. അത് വളരെ പെട്ടെന്ന് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഡേ ലോ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു പുട്ട് ഓപ്ഷൻ. ഇവിടെ നമുക്ക് അഡീഷനുള്ള ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. നല്ലൊരു സ്പൈക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാണ്ടിറ്റി അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പുൾ ബാക്ക് വരികയാണെങ്കിലും നമുക്ക് അത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുകൂടി പ്രിപ്പയർ ആയിട്ട് വേണം ഈ ഒരു ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ. 120 തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്, കോസ്റ്റിൽ തന്നെയാണ്. 160 സ്ക്വയർ ഓഫ് ചെയ്യാം ഡേ ഹൈ, അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ക്ലോസിങ് 147, ഓക്കെ, അല്ലെങ്കിൽ പ്രീവിയസ് ഡേ വന്നിട്ട് ഡേ ഹൈ ലെവൽ 200 ലെവലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് വരുമോ നോക്കാം. അതിന് മുൻപായിട്ട് ഡേ ഹൈ ലെവൽ വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആസ് ഓഫ് നൗ നമ്മൾ 2 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. 120 ആണ് ആവറേജ് പ്രൈസ്, 23,400 കോൾ ഓപ്ഷൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എത്ര കൺഫർമേഷൻ അല്ലെങ്കിൽ എത്ര നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ലോട്ട് സൈസ് എപ്പോഴും കൺട്രോൾ ചെയ്യുക. പൊസിഷൻ സൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 100% നമുക്കൊരു ട്രേഡ് പ്രോഫിറ്റ് ആവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ പോലും ക്വാണ്ടിറ്റീസ്, വലിയ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് എന്നുള്ളൊരു കാര്യം മറന്നിട്ട് നമ്മൾ ട്രേഡ് ചെയ്യരുത്. അപ്പോൾ ഇതർ അത് നല്ല ട്രേഡ്സ് എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ ക്യാപിറ്റലാണ് നമ്മുടെ പൊസിഷൻ സൈസ് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു ഡിസിപ്ലിനോടുകൂടി തന്നെ എല്ലാ ട്രേഡിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. 120 ആണ് ആവറേജ് പ്രൈസ്. ഒരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എക്സ്പെക്റ്റഡ് ആണത്.
എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഡേ ഹൈ ലെവലിലേക്ക് കോൾ ഓപ്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ സ്പോട്ട് ഡേ ഹൈ വന്നതുകൊണ്ട് തന്നെ ഒരു സെല്ലിംഗ് പ്രഷറുണ്ട്. നമ്മൾ 130 140 വരെ വന്നു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ റിസ്ക് ഉണ്ട്, നല്ല റിസ്ക് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ 10-20 പോയിൻറ്റ്സ് വന്നതായിരുന്നു, പക്ഷേ സ്റ്റിൽ ഇപ്പോൾ കോസ്റ്റിലാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പൊസിഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. 140 വന്നിട്ടുള്ളത്. 160 ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. 160-200 വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ ബെറ്റർ പൊസിഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ റിസ്ക് റിമെയിൻസ് ദ സെയിം. കാര്യം നമ്മൾ നേക്കഡ് പൊസിഷനാണ്. ഡേ ഹൈയിൽ സ്പോട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഇനി ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു ഹയർ ഹൈ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് 160 ബുക്ക് ചെയ്യാം. വേറെ കൂടുതലൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ. 2 ലോട്ട്സ് എടുത്തിട്ടുള്ളൂ എങ്കിലും 160 എന്നുള്ളൊരു ഫിഗറാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ഡേ ഹൈ ആണ് ഇന്നത്തെ. 140 വന്നു കഴിഞ്ഞു ഇന്നത്തെ ഓപ്പൺ ലെവൽ. ഇനിയൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വരുന്നു, നമ്മൾ 160 ബുക്ക് ചെയ്യുന്നു. ആ ഒരു പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മൊമെൻറ്റം ക്രിയേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടെങ്കിലും 160-200 ഒക്കെ വരാനുള്ള ചാൻസസ് ആണ്. 160 നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. 140 അഗെയിൻ. $130 ട്രേഡ് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്നായിരിക്കും അത് 160 ജസ്റ്റ് വരും. അങ്ങനെ തന്നെ റിവേഴ്സൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വന്നതിന് ശേഷം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ സമയം കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ 135 കമോൺ. 160 നമുക്ക് വേണ്ടത്. 60 ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈ ആണ് നെക്സ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് മൊമെൻറ്റം വരികയാണെങ്കിൽ 139.40 ഗുഡ്. പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാർഗറ്റിലേക്ക് വരാനുള്ള പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. 150 ഓക്കെ ഗുഡ്. 150 വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് 160 വേണ്ടത്. another 10 points. വെയിറ്റ് ചെയ്യാം. 140 again. 47 good. 50 again. നമുക്ക് വെയിറ്റ് ചെയ്യാം. 160 ആ ഒരു ടാർഗറ്റ് തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. 150 good. വെയിറ്റ് ചെയ്യാം. എന്തായാലും ഡേ ഹൈ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 156 ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ. ഇതുവരെ വന്നിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ ഹൈ. ഡേ ഹൈ 160 160 ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓൾറെഡി 156 വന്നിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. $150 വരുന്നതിന് മുൻപ് 160 വരുന്നതിന് മുൻപ് പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ 160 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽസ് നമ്മൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിസിപ്ലിനാണ്. എന്തായാലും കുറച്ചുകൂടി സമയമെടുക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ ബാക്ക് ടു 150 വന്നിട്ടുണ്ട്. 55 ആണ് അഗെയിൻ വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് സ്ക്വയർ ഓഫ് ചെയ്യാം. 160. ഓക്കെ, നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. 147 നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തത്. ഓക്കെ, 3.5K പ്രോഫിറ്റാണ് നമുക്കതിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഡേ ഹൈ ആണ് സ്പോട്ട് ലെവലിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ മേ ബി ഒരു പുൾ ബാക്ക് 23,450 470 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷം ഫർദർ എൻട്രി നമുക്ക് എടുക്കാം. ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം ടുവേർഡ്സ് 200 23,400 കോൾ ഓപ്ഷൻ ആണെങ്കിൽ. ആസ് ഓഫ് നൗ നമ്മൾ 3.5K ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തൊരു മൊമെൻറ്റമാണ് നിഫ്റ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 5 മിനിറ്റ്സ് ചാർട്ടിലൊന്ന് വാച്ച് ചെയ്യാം, അതിനുശേഷം എൻട്രി എടുക്കാം. $23,450 $23,500 call option. അറൗണ്ട് 110 ട്രേഡ് ചെയ്യുന്നത്. നമുക്കൊരു കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം എൻട്രി എടുക്കുന്നതാണ് നല്ലത്. ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തു, മൊമെൻറ്റം വരാൻ പോവുകയാണ്. ഒരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പുൾ ബാക്കിന് ശേഷം ഒരു എൻട്രി എടുക്കാം.
നെക്സ്റ്റ് ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 23,450 470 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി എടുക്കാം. കോൾ ഓപ്ഷൻ നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത ആ ഒരു 160 ലെവൽ ബ്രേക്ക് ചെയ്തു. ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് 23,400 സ്ട്രൈക്ക് പ്രൈസിൽ ഡേ ഹൈ വന്നിട്ടുള്ളത് 194.95 ആണ്. ആ ഒരു ലെവലിൽ നിന്ന് ബാക്ക് ടു 160 150 ലെവലിലേക്ക് ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ എൻട്രി ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 85 ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലേക്ക് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു എൻട്രി പുട്ട് ഓപ്ഷനിലൊരു എൻട്രി ഉണ്ട്. $93 ആണ് ആവറേജ് പ്രൈസ്. നമ്മൾ 2 ലോട്ട്സ് പുട്ട് ഓപ്ഷൻ 2 ലോട്ട്സ് എടുത്തിട്ടുള്ളത് 23,500. നമ്മളൊരു 85 ലെവലാണ് 23,400 എക്സ്പെക്ട് ചെയ്ത് ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യുന്ന വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ₹1,000 ലോസിലാണ് 23,500 പുട്ട് ഓപ്ഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 130 ലെവലാണ് ഞാൻ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ബെസ്റ്റായിട്ടുള്ളൊരു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 110 ലെവൽ 120 ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. ആസ് ഓഫ് നൗ അതൊരു 10 പോയിൻറ്റ്സ് പുൾ ബാക്കിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി ₹1,000 ലോസിലാണ് റൺ ചെയ്യുന്നത്.
1300. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ 2500 റുപ്പീസ് ലോസിലാണ്. ഓൾമോസ്റ്റ് അതൊരു 55 അറൗണ്ട് പുൾ ബാക്ക് വന്നിട്ടുണ്ട് 93 നിന്ന്. ഇപ്പോൾ അറൗണ്ട് 5000 പ്ലസ് ലോസിലേക്ക് പോയതിന് ശേഷമാണ് ഇപ്പോൾ അത് റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ചാർട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത എൻട്രിയിൽ നിന്ന് പുൾ ബാക്ക് പോയതിന് ശേഷം 24,450 70 ലെവൽസിലേക്ക് നമ്മളൊരു പുൾ ബാക്ക് ഡേ ഹൈ വന്നപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഫോളോ ചെയ്ത് പുൾ ബാക്ക് വന്നു. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ നമ്മുടെ പൊസിഷൻ 2500 റുപ്പീസ് ലോസിലാണ്. 73 നിൽക്കുന്നത്. 20 പോയിൻറ്റ്സിൻ്റെ ലോസിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 130 പ്ലസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു പൊസിഷൻ. ഒരു 55 ലെവലിലേക്ക് വന്നു, പക്ഷേ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇന്ന് എക്സ്പയറി കൂടിയാണ്. അപ്പോൾ പ്രീമിയം ഡേക്ക് നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്യാതെ ഹോൾഡ് ചെയ്തിട്ട് തന്നെ ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റ് ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കൂടുതലാവും എന്നുള്ളൊരു പോയിൻ്റ് കൂടിയുണ്ട് ഇവിടെ. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ 100ൻ്റെ താഴെയാണ് നമ്മുടെ പ്രീമിയം വരുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അത് സീറോയിലേക്ക് പോകുന്നു. മാർക്കറ്റ് സൈഡ് വേസ് ആയാൽ തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. 23,450 ലെവൽ ബ്രേക്ക് ചെയ്ത് 23,400 ലെവൽ ബ്രേക്ക് ചെയ്ത് ഡേ ലോ ലെവലിലേക്ക് ഫോൾ ആയാൽ നല്ല പ്രോഫിറ്റ്സ് കിട്ടും. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 130 പ്ലസ് ആണ് ഈ ഒരു 23,500 പുട്ട് ഓപ്ഷനിൽ. ഇപ്പോൾ അത് 70 ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പൊസിഷൻ കോസ്റ്റിലെത്തിയിട്ടുണ്ട്. 93 പ്ലസ്സിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പോട്ട് ചാർട്ട് ഒന്ന് വാച്ച് ചെയ്യാം. ഒരു നല്ലൊരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് 130 ആണ്. ഇത് 100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 110 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. 110 പിന്നെ 130 നമുക്ക് നോക്കാം. സേഫായിട്ടൊരു പോയിന്റിൽ ഇത് ബുക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് എക്സ്പയറി കൂടിയാണ്. അപ്പോൾ അതുകൂടി നമ്മൾ ഒരു മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നോർമൽ ഡേ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വെക്കാം. എക്സ്പയറി ഡേയിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പ്രീമിയം ഡേക്ക് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഗുഡ് ഗോയിങ്. 100 ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, 100 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 110 നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഇവിടെ നമുക്ക് 85 വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മൾ 925 ആണ് ബുക്ക് ചെയ്തത്. നമ്മൾ ഇന്ന് ആവറേജ് ചെയ്തിട്ടില്ല. ഈ ഒരു പൊസിഷൻ ആവറേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ എക്സ്പയറി ആയതുകൊണ്ട് ആ ഒരു റിസ്ക് നമ്മൾ അവോയ്ഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അങ്ങനെയുള്ള റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. 23,500 പുട്ട് ഓപ്ഷൻ നമ്മളെടുത്തൊരു 925 ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. 110 ലെവൽ ബ്രേക്ക് ചെയ്തത് 109 110 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 135 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടാർഗറ്റ്. ആ ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമ്മുടെ 4.5K ആണ് നമ്മൾ ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 85ലേക്ക് വരികയും ചെയ്തു. നമുക്ക് ഇവിടെ മുകളിലത്തെ പൊസിഷനിൽ കാണാം 23,400 കോൾ ഓപ്ഷൻ 85 കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല പ്രോഫിറ്റ്സ് 4.5K പ്രോഫിറ്റാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.